രഹസ്യങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. സൂര്യനായി തഴുകി ഉണർത്തുമൻ അച്ഛനെയാണ് എനിക്കേറെ ഇഷ്ടം. ഞാനെന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണ് എനിക്കേറെ ഇഷ്ടം എന്ന പ്രശസ്തമായ ഒരു സിനിമാ പാട്ടിൻ്റെ ഈരടിയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഈ വരികൾക്ക് ഇന്ന് പറയാൻ പോകുന്ന സംഭവവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ പവിത്രമായ സ്നേഹമായി കരുതുന്നത് മാതാപിതാക്കൾ നൽകുന്ന അളവറ്റ സ്നേഹമാണ്. ഈ സ്നേഹത്തിന് പകരം വയ്ക്കുവാൻ ലോകത്ത് മറ്റൊന്നുമില്ല. വസ്തുത ഇതാണെങ്കിലും നമ്മുടെ ധാരണകളെയെല്ലാം പൊളിച്ചെഴുതിയ ഒരു സംഭവം കേരളത്തിൽ അടുത്തിടെ നടക്കുകയുണ്ടായി. ജന്മം നൽകിയ മകനെ സ്വന്തം പിതാവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. മകനെ കൊലപ്പെടുത്തിയതിൽ പിതാവിന് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങളുണ്ടായിരുന്നു. എല്ലാ പിതാക്കന്മാരും പറയുന്നത് പോലെ ഈ ന്യായ അന്യായങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലേക്ക് ഒരു അന്വേഷണ യാത്ര. ശാന്തകുമാരി അമ്മ ഈ വീട്ടിൽ തനിച്ചായി. നൊമ്പരങ്ങളും വേദനകളും നിറഞ്ഞ കുറെ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ കൂട്ട്. എവിടെയെങ്കിലും കുറച്ചുനേരം ഇരിക്കും, പിന്നെ പോയി കിടക്കും. ഉറക്കം കൈവിട്ടു പോയിരിക്കുന്നു. കണ്ണടച്ചാൽ ആ സംഭവം മനസ്സിലേക്ക് ഓടിവരും. ഞെട്ടി എഴുന്നേറ്റ് അങ്ങനെ നേരം വെളുപ്പിക്കും. എന്തു ചെയ്യണമെന്നറിയില്ല. തന്റെ ഉള്ളിൽ വിങ്ങിനീറി പൊട്ടുന്ന നൊമ്പരങ്ങൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഒരു അമ്മയ്ക്ക് മാത്രമേ അറിയൂ. മകനെയും ഭർത്താവിനെയും അതിരറ്റ് സ്നേഹിച്ച ഒരമ്മയ്ക്ക് മാത്രം. അങ്ങനെ വഴക്ക് ശ്രദ്ധിക്കുക കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അയലുകൾക്ക് ശല്യമായിട്ടൊരു വഴക്കല്ല. അങ്ങനെ ഒരു ചീത്തവിളി ബഹളമൊന്നുമില്ല. അത് മോനായാലും ഇല്ല, മോൻ ഒട്ടും ചീത്ത വിളിക്കാൻ കേട്ടിട്ടില്ല. ഈ വെളി ഇറങ്ങിയാലോ ആരുടെയും പയ്യൻ ചീത്ത വിളിക്കുന്നതോ അസഭ്യമായിട്ട് സംസാരിക്കുന്നതോ ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ. പിന്നെ അച്ഛൻ വെള്ളം അടിച്ചുകൊണ്ട് മേടിക്കാനാണല്ലോ എന്ന് വെച്ച് ഞങ്ങളതിന് ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ അവർ പിറ്റേ ദിവസം വന്ന് പറയും, കണ്ട ഇന്നലത്തെ ബഹളം കേട്ടോ. ഞാൻ പറഞ്ഞാൽ അതൊന്നും കണക്കാക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവും. ശാന്തകുമാരിയുടെ കണ്ണുകൾ വിദൂരതയിലേക്ക് പാഞ്ഞു. കാഴ്ചകൾക്കൊന്നും വ്യക്തതയില്ല. അവ്യക്തമായ കുറെ ചിത്രങ്ങൾ മാത്രം. പക്ഷെ ചിത്രങ്ങളിൽ തന്റെ ജീവിതമുണ്ടായിരുന്നുവെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി. പകലന്തിയോളം അവർക്ക് വേണ്ടി ഈ വീട്ടിൽ കഷ്ടപ്പെട്ടു. അവരായിരുന്നു തന്റെ എല്ലാ ജീവിതവും. താളം തെറ്റിയ മനസ്സു കണക്കെ ചിന്തകൾ പാഞ്ഞു. എങ്ങോട്ടാണെന്നൊരു ലക്ഷ്യബോധമില്ലാതെ. അച്ഛനും മോനും കൂടെ വഴക്കൊന്നും കൂടാറില്ല. അങ്ങനെ വഴക്ക് കൂടെ കൂടുതൽ സംസാരിക്കുക എടുക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും അഥവാ എന്തെങ്കിലും കണ്ട് ഞാൻ കുടിച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞാലും പിറ്റേ ദിവസം അതങ്ങ് തണുക്കും. അച്ഛനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മദ്യം കൂടുതൽ കുടിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ നേരമായിരുന്നു അന്ന്. ശാന്തകുമാരി അകത്ത മുറിയിലായിരുന്നു. ജോലി ഭാരത്താൽ നേരിയ മയക്കത്തിലേക്ക് വീണുപോയ നേരം. പുറത്തെ വഴക്ക് കേട്ടുകൊണ്ടാണ് ഉണർന്നത്. അച്ഛനും മകനും തമ്മിൽ വീണ്ടും വഴക്ക് തുടങ്ങിയിരിക്കുന്നു. അത് പതിവുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞ് അവർ വഴക്കിടും. പിന്നെ കുറെ കഴിഞ്ഞ് രമ്യതയിൽ ആകുന്നതും കാണാം. അച്ഛന്റെയും മകന്റെയും പിണക്കം മാറ്റാൻ അമ്മ ഇടയിലേക്ക് വീഴുകയും ചെയ്യും. ആ അമ്മയുടെ സ്നേഹശാസനയിൽ ആ വഴക്ക് അലിഞ്ഞ് ഇല്ലാതാകും. ഒരു 5-6 ദിവസത്തേക്ക് മുമ്പേ തടി കൊടുത്ത പ്രശ്നമുണ്ടായിരുന്നു. തടി ആർക്കോ കൊടുത്ത് പൈസ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു പ്രശ്നം ഉദിച്ചത്. അപ്പോൾ അതിൻ്റെ പൈസ പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ കൊടുത്തത് ഞാൻ പോയി ചോദിക്കണ്ട, അച്ഛൻ തന്നെ പോയി ചോദിച്ചെന്ന് പോയി.
മോന് ശകലം കഴിക്കും, മദ്യം കഴിക്കുന്നു എന്നും പറഞ്ഞ് വേറെ പ്രശ്നക്കാരനൊന്നുമല്ല മോൻ. മോൻ കഥം കുറ്റിയിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നേരം വെളുത്ത് കഴിക്കാറുള്ളൂ. രാജേഷിന് 33 വയസ്സ് കഴിഞ്ഞു. പല വിവാഹ ആലോചനകളും വരുന്നു എങ്കിലും ഒന്നും നടക്കുന്നില്ല. ജാതകദോഷമാണെന്നാണ് പറയുന്നത്. ജോലി പെയിന്റിംഗ് ആണെങ്കിലും ഏത് ജോലിക്ക് രാജേഷിനെ വിളിച്ചാലും അയാൾ പോകും. അല്പസ്വല്പം മദ്യമിക്കുമെങ്കിലും നാട്ടിലും വീട്ടിലുമെല്ലാം മാന്യനാണ്. ഈ പ്രായത്തിനിടയ്ക്ക് ഒരു പേരുദോഷം പോലും അയാൾ കേൾപ്പിച്ചിട്ടില്ല. അതായിരുന്നു ശാന്തകുമാരിയുടെ ഏക ആശ്വാസവും. ഒന്ന് വന്നിരുമ്പോഴത്തേക്ക് പറയും അവിടെ ഉള്ളവർ പറഞ്ഞ് കൊള്ളൂലെന്ന്, ഇവിടെ ഉള്ളവർ പറഞ്ഞ് കൊള്ളൂലെന്ന്, ആ പയ്യൻ മോശമാണ്, പയ്യനൊരു പെണ്ണുണ്ട്, ഒക്കെ വെറുതെ. ഈ ആ പയ്യൻ അമ്മയുടെ കല്യാണം ആലോചിക്കാൻ പറയില്ലെങ്കിൽ ആ പയ്യൻ വിളിച്ചുകൊണ്ട് വരും. ഒരു കല്യാണം ആലോചന വന്നപ്പോഴും നിനക്ക് ജാതകം ചേരില്ല, നീ എന്നൊരു പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടെന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് വരില്ല, നീ അച്ഛനമ്മ ആലോചിച്ച് തരണത്. അങ്ങനെ മോനും അച്ഛൻ്റെ ഭയങ്കര ശത്രുത ആണെങ്കിൽ അതിന് 2 ആഴ്ചയ്ക്ക് മുമ്പേ അച്ഛൻ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് അമ്മ മോൻ്റെ കൂടെ വിളിച്ച് പറഞ്ഞ് അച്ഛൻ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഈ പയ്യൻ ആശുപത്രി കൊണ്ടുപോയി അവൻ്റെ സഹോദരി പറഞ്ഞ സഹോദരൻ കരയണ കണ്ട ദൈവം സഹിക്കൂല, ആ അച്ഛനാണ് ഇങ്ങനെ ചെയ്യുമെന്നുള്ള യാതൊരു അത്ര വിഷമായിരുന്നു ആ പയ്യൻ. ഭുവനേശ്വരൻ നായർ ഒരു മുൻചുണ്ടിക്കാരനാണ്. മദ്യപിച്ചു വന്ന് ഭാര്യയുമായി വഴക്കിടുന്നത് ഒരു ശീലമാക്കിയിരുന്നു. നല്ല പെയിന്ററാണെങ്കിലും കിട്ടുന്ന പൈസ എങ്ങനെ പോകുന്നു എന്ന് അയാൾക്ക് പോലും അറിയില്ല. പെൺമക്കളുള്ളതിനെ കെട്ടിച്ചുവിട്ടു. പിന്നെ ഈ വീട്ടിൽ ആകെ ഉള്ളത് അച്ഛനും അമ്മയും മകനുമടങ്ങുന്ന ഈ മൂവർ സംഘം മാത്രം. അച്ഛൻ രാവിലെ തടിയുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് അടുത്തേക്ക് ചോദിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എനിക്ക് തരാനുള്ളത് ഞാൻ ചോദിച്ചു. ഇനി ഇവിടെ വെച്ച് നിർത്തിക്കോ, തടിയുടെ പൈസ വേണ്ട, ഇറങ്ങിക്കോ, വാടക അച്ഛൻ തരണില്ലല്ലോ, ഞാനല്ലേ നോക്കണത്, ഞാൻ അമ്മയെ നോക്കിക്കോളാം, അച്ഛൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇറങ്ങിപ്പോ, കാരണം അവൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടില്ലല്ലോ. അവൻ ആദ്യമായിട്ട് പറഞ്ഞത് അവൻ ഒന്നും പറഞ്ഞില്ല. കുടിച്ചു കഴിഞ്ഞാൽ ഞാനും മീനെ മാത്രമേ അച്ഛൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ എന്തിനിങ്ങനെ കുടിക്കുന്നത്, കാരണം വീട് നോക്കൂലെന്നുള്ളൂ, നമ്മളൊക്കെ വലിയ കാര്യമാണ് അച്ഛന്, സ്നേഹമൊക്കെ ആയിരുന്നു അച്ഛന്. അപ്പം അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛന് ഫീൽ ചെയ്തില്ല. ഞാൻ ഇറങ്ങിപ്പോയില്ല, നീ ആദ്യം ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഉന്തും തള്ളുവായി. അച്ഛനും മകനും തമ്മിലുള്ള വഴക്ക് അതിന്റെ ഉച്ചസ്ഥായിയിലായി. പതിവ് പോലെ ശാന്തകുമാരി അമ്മ അവർക്കിടയിലേക്ക് ചാടി വീണു. എന്തോ ചെറിയ കാര്യം പറഞ്ഞാണ് വഴക്ക് തുടങ്ങിയിരിക്കുന്നത്. രണ്ടുപേരും നന്നായി മദ്യപിച്ചിട്ടുമുണ്ട്. മദ്യം ബന്ധങ്ങളെ അറുത്തുമുറിച്ചു മാറ്റുന്ന പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. വഴക്ക് വീട്ടിന് വെളിയിലേക്ക് നീണ്ടുകഴിഞ്ഞു. പരിസരത്ത് ഓരോ വീടുകളുടെയും മുറ്റത്ത് ആൾക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അവർ അകലെ നിന്ന് അച്ഛന്റെയും മകന്റെയും അഭ്യാസങ്ങൾ കണ്ടു. 8 മണിയൊക്കെ ആവും, 8-8:30 മണിയാവും തോന്നുന്നു. ഈ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മൾ പണി നോക്കൂലല്ലോ, ഓടി പോവുകയല്ലേ ഉള്ളൂ. അങ്ങനെ പോയി ചെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ചെന്ന് രണ്ടുപേരെയും പിടിച്ച് മാറ്റി. ചേട്ടൻ ഞാൻ പറഞ്ഞ് രാജേഷ് നേരം വിളിക്കിട്ട് നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇല്ല ആൻറ്റി, എനിക്ക് അച്ഛൻ ഇവിടെ താമസിക്കക്കില്ല, ഞാനാണ് വാടക കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അച്ഛനെ ഇവിടെ നിന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും നേരം വിളിക്കിട്ട്, ഇപ്പോൾ രാത്രി ഒന്നും ചെയ്യാൻ നോക്കൂലല്ലോ എന്ന് പറഞ്ഞു. അമ്മ പോയി ചെന്ന് കിടക്കെന്ന് പറഞ്ഞു. അവൻ ചെന്ന് ഇവൻ കയറി മുറിക്കകത്ത് ഇതിന് ഞാനും മോനും ഇങ്ങോട്ട് പോരുകയും ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞ് മുറിക്കകത്ത് കയറി കിടന്നു, കഥ കടച്ചു. അപ്പോൾ ഞാൻ ഇനി അങ്ങനെ വന്നാലും ഒന്നും പറയല്ലേ, അങ്ങനെ വെള്ളം അടിച്ചുകൊണ്ട് പറയണല്ലേ, ഒന്നും പറയല്ലേ, നമ്മൾ പറഞ്ഞത് അല്ലാതെ നമ്മൾ ഇങ്ങ് പോന്നു, അവരും കയറി കിടന്നു. വഴക്ക് കയ്യാങ്കളിയിലേക്ക് കടന്നു. അന്ന് ആദ്യമായി മകൻ അച്ഛന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുറുക്കി. ആ വഴക്കിൽ ശാന്തകുമാരി അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ ഉറക്കെ നിലവിളിക്കുക മാത്രം ചെയ്തു. പൊടുന്നനെ ഒരു ശാന്തത. മകൻ അച്ഛന്റെ മേലുള്ള പിടിവിട്ടു. ഭുവനേശ്വരന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. മകന്റെ നേർക്ക് ഒന്ന് ചൂണ്ടുക മാത്രം അയാൾ ചെയ്തു.
ശക്തമായ ഒരു താക്കീത്. പിന്നെ വളരെ വേഗത്തിൽ അയാൾ പുറത്തേക്ക് പോയി, എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ.